എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ചോറ് തന്നെയാണ് കേട്ടോ. രാവിലെ ഞങ്ങളുടെ വീട്ടിൽ തെങ്ങേറാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൗസ് ഓണറോട് പറഞ്ഞിട്ട് 2 കരിക്ക് ഞാൻ ഇടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10 തേങ്ങ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ കറിക്ക് തേങ്ങ പൊതിച്ചെടുക്കുവാണ്, കൂടെ തന്നെ കരിക്കും കൂടി പൊതിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെത്തി തരാൻ പറഞ്ഞിട്ട് തേങ്ങറ്റക്കാരൻ കേട്ടില്ല. അങ്ങനെ ഇതേ ഒരു കരിക്ക് പൊതിച്ച് പൊട്ടിച്ചെടുത്തു. ഞാനും മോനും കൂടി കുടിക്കുവാണ്. കരിക്കും വെള്ളത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കരിക്കിലും ഒരു സൈഡിൽ കുറച്ച് കഴമ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് മോനും കൊടുത്തു, ബാക്കിയുള്ളത് അവിടെ മോൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കും. പീലിമോൾ ഒരു മോൾക്ക് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചേക്കും കേട്ടോ. അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മാറി നല്ല മുടിയ അപ്പോൾ ഒരു കരിക്ക് ഞാൻ വെട്ടി 2 ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഒരു ഭാഗത്ത് കുറച്ച് കഴമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പോൾ ഇന്നത് രാവിലെ ചോറും ഒരു ലക്ഷം മത്തങ്ങ വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്തങ്ങ എലിശ്ശേരി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. മത്തങ്ങയും പയറിട്ട് എലിശ്ശേരി ഉണ്ടാക്കാൻ പോകും കേട്ടോ. അതിൽ തേങ്ങ ഞാൻ ഓരോ പൊതിച്ചെടുത്തിട്ടുണ്ട്. പച്ച തേങ്ങ വാങ്ങിച്ചിട്ടോ. കുഞ്ഞിനെ താഴെ ഇരുത്താൻ നോക്കിയിട്ട് അവൾ ഇരിക്കുന്നില്ലായിരുന്നു. പിന്നെ ഒരുവിധം സമാധാനിപ്പിച്ച് അവളെ ഇരുത്തിയിട്ട് തേങ്ങ ചിരണ്ടി എടുത്തു കേട്ടോ. തേങ്ങ ചിരണ്ടി ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഇത് തേങ്ങ വറുക്കാനുള്ള ഉരുളി സ്റ്റവിലേക്ക് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. കൂടെ തന്നെ ഒരു 2 കൊച്ചുള്ളിയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ അമ്പലങ്ങളിൽ സദ്യക്ക് ഈ ഒരു എലിശ്ശേരി പ്രധാനമാണ് കേട്ടോ. കുഞ്ഞുവാവ അതിനിടയ്ക്ക് എന്തോ പരാതി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മത്തങ്ങ നല്ലപോലെ കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങ വറുത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വാങ്ങി വെച്ചിട്ട് അതിലേക്ക് തന്നെ മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അമ്പലത്തിൽ എളിശ്ശേരിക്ക് ഉള്ളിയൊന്നും ചേർക്കില്ല കേട്ടോ. ഞാനിതിൽ കുറച്ചുള്ളി ചേർത്തിട്ടുണ്ട്. അങ്ങനെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ചോറും കൂടി വാർക്കുവാണ്. പിന്നെന്താ, ചോറ് വാർത്ത് കഴിഞ്ഞു. ചോറ് വാർത്തതിന് ശേഷം അപ്പോൾ ആ കുക്കറൊക്കെ കൊണ്ടുപോയി കഴുകാൻ കൊണ്ടുപോയിട്ട് കേട്ടോ. അപ്പോഴേക്കും തേങ്ങ വറുത്തത് നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരച്ചെടുത്ത അരപ്പ് നേരെ നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ മത്തങ്ങ എലിശ്ശേരി ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സാമ്പാർ വരുവായിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടിപ്പോയിട്ടോ. എന്താണെങ്കിലും അതൊന്ന് വറ്റിച്ചെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അത് എനിക്ക് മാത്രമുള്ളതാണ്. പിന്നെ മോന് ഈ മത്തങ്ങയൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവനായിട്ട് കുറച്ച് പയർ മാറ്റി വെച്ചിട്ടുണ്ട്. മത്തങ്ങയിലേക്ക് ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പയർ ബാക്കി വെറുതെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം തന്നെ എലിശ്ശേരിയിലേക്ക് താളിച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടുക് ഇട്ട് പാത്രം വെച്ചപ്പോഴേക്കും അതങ്ങ് താഴെ പോയി, കടുക് മൊത്തം പോയിട്ടോ. അതപ്പോൾ തന്നെ അങ്ങോട്ട് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടെ എല്ലാം കരിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ താളിച്ചതിൻ്റെ കൂടെ തന്നെ കടുകും കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പയർ താളിക്കാനായിട്ട് കടുകില്ല. അപ്പോൾ ഞാൻ സവാള ഒരെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ആ സവാള മാത്രം ഇട്ട് അങ്ങനെ ഒപ്പിച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാർ എലിശ്ശേരി വീണ്ടും സ്റ്റൗവിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പണികൾ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഈ പാത്രങ്ങളും കൊണ്ട് ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബായ്.